ബ്രോൺ ബ്രേക്കറെ സസ്പെൻഡ് ചെയ്തു. ആദം പിയേഴ്സിനെ തല്ലാൻ പോയതിനെ തുടർന്നായിരുന്നു ബ്രോൺ ബ്രേക്കറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഓസ്റ്റിൻ തിയറിയും ബ്രോൺസൺ റീഡും ടീമായിക്കൊണ്ട് പെന്റക്കെതിരെയും ഡ്രാഗൺ ലീഗെതിരെയും ഒരു ടാഗ് ടീം മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ മാച്ചിന്റെ ഏറ്റവും അവസാനം ഓസ്റ്റിൻ തിയറിക്കിട്ട് ഇവർ രണ്ടുപേരും ഒരു ഡബിൾ സൂപ്പർ കിക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് ബ്രോൺസൺ റീഡിന് കൊടുത്തു. അത് കഴിഞ്ഞ് ലോഗൻ പോളിന് കൊടുത്തു. എല്ലാം കഴിഞ്ഞ് എൻട്രൻസ് റാമ്പിൽ ഡ്രാഗൺ ലീ നിൽക്കുന്ന സമയത്ത് അതാ വരുന്നു ഒരു ഒന്നൊന്നര മിസൈല്. ബ്രോൺ ബ്രേക്കർ ഡ്രാഗൺ ലീ അറ്റാക്ക് ചെയ്തുകൊണ്ട് പെന്റ് അപ്പോൾ തന്നെ വാടാ എന്ന് പറഞ്ഞു. അത് അകത്തേക്ക് കയറി പെന്റെ കിട്ടും കൊടുത്തു സ്പിയർ. പിന്നീട് പുറത്തു പോയി ഡ്രാഗൺ ലീയെ ഒന്നുകൂടി സ്പിയർ ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴേക്കും അതാ ആദം പിയേഴ്സ് മുൻപിൽ വന്ന് നിൽക്കുന്നു. ബ്രോൺ ബ്രേക്കറോട് ഇനിയൊന്നും ചെയ്യരുത്, ബാക്ക് സ്റ്റേജിലേക്ക് പോ എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതാ ബ്രോൺസൺ റീഡ് അവിടെ നിന്നുകൊണ്ട് പെന്റെ കിട്ട് ഒരു സുനാമി കൊടുത്തു. അപ്പോൾ ബ്രോൺസൺ റീഡിനോട് സംസാരിക്കാൻ വേണ്ടി ആദം പിയേഴ്സ് പോയി അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോഴത് അകത്ത് കയറിക്കൊണ്ട് ബ്രോൺ ബ്രേക്കർ ഡ്രാഗൺ ലീ കിട്ട് ഒരു സ്പിയർ കൊടുത്തു. ആദം പിയേഴ്സിന് മതിയായി, എന്ത് പറഞ്ഞാലും കേൾക്കാത്ത വെമ്മാരെ കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്. ആദം പിയേഴ്സ് ബ്രോൺ ബ്രേക്കറെ പിടിച്ചു മാറ്റി. തന്റെ ശരീരത്തിൽ തൊട്ടതുകൊണ്ട് ബ്രോൺ ബ്രേക്കർ ആദം പിയേഴ്സിനെ തള്ളി ഒരു കോർണറിലേക്ക് കൊണ്ടുപോയി. പോൾ ഹേമാൻ അവിടെ നിന്നും സോറി എല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു. ബ്രോൺ ബ്രേക്കർ അപ്പോഴും ദേഷ്യത്തിന്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. എൻട്രൻസ് റാമ്പിൽ എത്തിയപ്പോൾ ലോഗൻ പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി അവന്റെ അടുത്തേക്ക് പോകരുത്, അവൻ നിങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ളതായിരുന്നു. ബാക്ക് സ്റ്റേജിൽ വീണ്ടും ഇവരെ രണ്ടുപേരെയും കാണിച്ചു. ബ്രോൺ ബ്രേക്കറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ആദം പിയേഴ്സ് അനൗൺസ് ചെയ്യുകയുണ്ടായി. പുറകെ വന്നിട്ടുണ്ടായിരുന്ന പോൾ ഹേമാൻ പറഞ്ഞത് നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്, സസ്പെൻഡ് ചെയ്തതല്ല, നീയാണ് ആദ്യം ബ്രോൺ ബ്രേക്കറുടെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടായിരുന്നത്.